ഫസ്റ്റ് എനിക്ക് ടോവിനോ അങ്കിളിനെ കേട്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പേടിയായിരുന്നു. ഞങ്ങൾ ഫ്ലൈറ്റിലുള്ള സീക്വൻസ് ആയിരുന്നു. അപ്പം എനിക്ക് ഫസ്റ്റ് ടോവിനോ അങ്കിളിൻ്റെ അടുത്തിരിക്കുന്ന ഒരു കുട്ടിയാണ്. എനിക്ക് ഫസ്റ്റ് കണ്ടപ്പോൾ ഭയങ്കര പേടിയായിരുന്നു. ഫുഡ് കട്ടെടുക്കുമോ? ഫുഡ് കട്ടെടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ കാണുമ്പോൾ ഫ്രൈ ഒക്കെ കട്ടെടുത്തിട്ടുണ്ട്. അമ്മ ഈ കുളിക്കാൻ പോകുമ്പോൾ ഞാനത് പതുക്കെ തുറന്നിട്ട് ഒരു പീസ് എടുക്കും. എന്നിട്ട് അത് വീണ്ടും ആ ഓർഡറിൽ തന്നെ വെച്ചു. പലരും പല രീതിക്കാണ് വിളിക്കുന്നത്. ചില ഫ്രണ്ട്സ് വിളിക്കും ബ്രെൻമയിന്ന്, മാമാർ ചിലർ വിളിക്കുന്ന മറിൻമയിന്നൊക്കെയാണ്. ഹലോ ഗായ്സ്, ഞാൻ ജൂനിയർ RJ ആൻ ആണ്. എൻ്റെ കൂടെ ഇപ്പോൾ ഒരു കുട്ടി ആർട്ടിസ്റ്റാണ് മിമ്മൂസ്. ഹലോ മിമ്മൂസ്, വെൽക്കം ടു ക്ലബ് FM. താങ്ക് യു. മിമ്മൂസിൻ്റെ ശരിക്കുള്ള പേരെന്താ? മൃന്മയി മൃദുൽ. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? തേർഡ്. ഈ മിമ്മൂസ് എന്ന പേര് എങ്ങനെയാണ് വന്നത്? എൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് മിമ്മൂസ്. എനിക്ക് അമ്മ ഇട്ട പേരാണ് മിമ്മൂസ്. ഫുൾ നെയിം മിമ്മൂസ് എന്നിടാനായിരുന്നു ഇരുന്നത്. പക്ഷേ അപ്പോൾ അച്ഛൻ പറഞ്ഞു, അച്ഛൻ്റെ പേര് മൃദുലെന്നാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു മൃദു വെച്ചിട്ട് എൻ്റെ പേര് വേണമെന്ന്. അപ്പോൾ ഇരുന്ന് കണ്ടുപിടിച്ചതാണ് മൃന്മയി എന്നായത്. പോളി. മൃന്മയി എന്ന പേരിൻ്റെ അർത്ഥം എന്താ? ഭൂമിദേവി. ഓഫ്, അടിപൊളി. പലരും പല രീതിക്കാണ് വിളിക്കുന്നത്. ചില ഫ്രണ്ട്സ് വിളിക്കും ബ്രെൻമയിന്ന്, മാമാർ ചിലർ വിളിക്കുന്ന മറിൻമയിന്നൊക്കെയാണ്. അങ്ങനെ പലരും പല രീതിക്കാണ് എൻ്റെ പേര് വിളിച്ചിട്ടുള്ളത്. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പോയപ്പോഴേ മിമ്മൂസിൻ്റെ ഇൻസ്റ്റാഗ്രാം IDയിൽ അപ്പോൾ ഞാൻ കുറേ ഫോട്ടോസ് ഉണ്ടായിരുന്നു സെലിബ്രിറ്റീസിൻ്റെ കൂടെ. എത്ര സെലിബ്രിറ്റീസിനെ കണ്ടിട്ടുണ്ട്? കുറേ പേരെ കണ്ടിട്ടുണ്ട്. ഒരു ചെറിയ മുമ്പശ്ശേരി തന്നെ ഗസ്റ്റായിട്ട് വരുമ്പോൾ കുറേ പേര് ഇങ്ങനെ സെലിബ്രിറ്റീസാണ് കൂടുതലിടുന്നത്. മിമ്മൂസ് ഇപ്പം എന്തൊക്കെയാണ് ലൈഫിൽ ചെയ്യണത്? ഞാനിപ്പോൾ മണിമുത്ത് എന്ന് പറഞ്ഞ സീരിയൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ആസിഫ് അലി അങ്കിളിൻ്റെ കൂടെയും ടോവിനോ അങ്കിളിൻ്റെ കൂടെയും ഒക്കെ ഫിലിം ചെയ്തിട്ടുണ്ട്. പിന്നെ മിയ ചേച്ചീൻ്റെയും രാഹുൽ മാധവ് അങ്കിളിൻ്റെയും അവരൊക്കെയുള്ള അവളുടെ മോളായിട്ട് ഒരു ഫിലിം ചെയ്തിട്ടുണ്ട്, പ്രൈസ് ഓഫ് പോലീസ്. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കണ്ടായിരുന്നു ധ്യാൻ ചേട്ടനായിട്ടുള്ള പിക്ക്. അപ്പോൾ ധ്യാൻ ചേട്ടൻ എങ്ങനെയാണ്? പാവായിരുന്നു. ഇത് കുറേ നാൾക്ക് മുമ്പേ ഞങ്ങൾ ഷോർട്ട് ഫിലിം ചെയ്തായിരുന്നു. എനിക്കൊരു 6 വയസ്സുള്ളപ്പോൾ ഒരു ഷോർട്ട് ഫിലിം ചെയ്തായിരുന്നു, തുടക്കം മാംഗല്യം. അതിന് അപ്പം കണ്ടതൊരിതായിരുന്നു ധ്യാൻ ചേട്ടന്. ധ്യാൻ ചേട്ടൻ പാവമാണോ? പാവം. തമാശയാണോ? ആ, കുഴപ്പമില്ല, പാവോ. പക്ഷെ മിമ്മൂസേ, ടൊവിനോയുടെ കൂടെയും ആസിഫിലൂടെയും കൂടെ അഭിനയിച്ച ആ എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? ഫസ്റ്റ് എനിക്ക് ടോവിനോ അങ്കിളിനെ കേട്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പേടിയായിരുന്നു. ഞങ്ങൾ ഫ്ലൈറ്റിലുള്ള സീക്വൻസ് ആയിരുന്നു. അപ്പം എനിക്ക് ഫസ്റ്റ് ടോവിനോ അങ്കിളിൻ്റെ അടുത്തിരിക്കുന്ന ഒരു കുട്ടിയാണ് ഞാൻ. എനിക്ക് ഫസ്റ്റ് കണ്ടപ്പോൾ ഭയങ്കര പേടിയായിരുന്നു. എന്താ അറിയത്തില്ല, ഭയങ്കര പേടിയായിരുന്നു. പിന്നെ അതിലൊരു വില്ലൻ ക്യാരക്ടറാണ്, അതുകൊണ്ട് ഇങ്ങനെ ദേഷ്യത്താണ് ഇരിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ദിവസമായപ്പോൾ എനിക്ക് ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഷെയർ ചെയ്താൽ തുടങ്ങി. പിന്നെ പേടി അങ്ങനെ കുറച്ചായിട്ട് മാറി വന്നു. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. എന്താ ടൊവിനോ ആയിട്ടുള്ള ഒരു പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ആദ്യം എനിക്കിപ്പോൾ മുക്കിലെ വെയിൻസൊക്കെ ഭയങ്കരമായിട്ട് ചുമന്ന് തെളിഞ്ഞാണ്. ഞാൻ ഇപ്പോൾ എൻ്റെ അമ്മയായിട്ട് വേറൊരു ചേച്ചി അഭിനയിക്കുന്നുണ്ട്. ഞാൻ ചേച്ചി എടുത്ത് വെച്ച്, ചേച്ചി എനിക്ക് പേടിയാവുന്നു. അപ്പോൾ ആ ചേച്ചിക്കും പേടിയാണ്. അപ്പോൾ ചേച്ചി പറഞ്ഞാൽ അത് കുഴപ്പമില്ല പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ പേടിച്ചിരിക്കുക. അങ്ങനെ ടീ ബ്രേക്ക് ആയപ്പോഴത്തേക്കിനും ഞാൻ അമ്മയുടെ തന്നിട്ട് പറഞ്ഞ്, അമ്മ എനിക്ക് പേടിയാവുന്നു, അമ്മ അങ്ങനെ ടോവിനോ അങ്കിളിനെ കണ്ട് എനിക്ക് പേടിയാവുന്നു ഇങ്ങനെ പറഞ്ഞ്. പിന്നെ പേടി മാറി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും പാക്കപ്പായി. രണ്ടാമത്തെ ദിവസം പേടി ഇച്ചിരി മാറി വന്നു. ഇൻസ്റ്റഗ്രാമിൽ ഞാൻ കണ്ടായിരുന്നു മുത്തശ്ശീനോട് ഒരു ജില്ലകളെ കുറിച്ച് പറയൂലേ, ഒന്ന് പറയാമോ? അത് എന്നെ അമ്മേൻ്റെ അനിയത്തി പഠിപ്പിച്ചതാണ്. ഞാൻ പാടാം. ഫസ്റ്റ് സ്ട്രെയിറ്റ് വേണോ അത് റിവേഴ്സ്? സ്ട്രെയിറ്റ് മതി. ഫസ്റ്റ് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്. എന്നെ പഠിപ്പിച്ചു തരാമോ? ആ, എങ്ങനെ? അത് ആദ്യം ഒരു പാട്ടുണ്ട്. അതെനിക്ക് അമ്മയുടെ അനിയത്തി തന്നെ പഠിപ്പിച്ചു തന്നതാണ് ഈ പാട്ട്. അത് തിരു, കൊല്ല, പത്താല, കോട്ട, ഇടു, ഏറെ, തൃശ്ശൂർ, പാല, മല, കോഴി, വായ, കണ്ണൂർ, കാസർഗോഡ്, ഇങ്ങനെയാണ് ആ പാട്ട്. പക്ഷെ നമ്മളിത് ഫുള്ളായിട്ട് ചിലർ പാടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട അങ്ങനെ പഠിച്ച് നമുക്കിത് സ്ട്രീറ്റ് ആയിട്ട് പഠിക്കാൻ പറ്റും. പിന്നെ റിവേഴ്സ് പഠിക്കാൻ എളുപ്പം. റിവേഴ്സ് നമ്മളിത് ഇങ്ങനെ പറഞ്ഞ ഉടനെ തന്നെ
പറയുകയാണെങ്കിൽ അത് ഭയങ്കര ഈസി. ചിലപ്പോൾ ചിലരൊക്കെ ഇങ്ങനെ പഠിച്ചിട്ട് അപ്പം തന്നെ പറയാതെ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം, അപ്പം നമുക്കത് മറന്നു. എക്സാം ആണോ വേണ്ടയോ? എക്സാം വേണം. എന്താ? എക്സാം എഴുതാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. അതെന്താ പറ. എക്സാം എഴുതാൻ ഇഷ്ടമെന്ന് പറഞ്ഞ കാര്യം, ആദ്യം ഞാൻ എക്സാം എഴുതിയപ്പോഴത്തേക്കിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് മാത്സാണ് പഠിക്കാൻ. അപ്പോൾ എനിക്ക് എല്ലാ എക്സാമും ഇഷ്ടമാണ്. ചിലത് ഭയങ്കര ടഫായിട്ടുള്ള ചാപ്റ്റർ വരുമ്പോൾ, ഇപ്പം ഞങ്ങൾക്ക് 18-ാം തീയതി എക്സാം തുടങ്ങുകയാണ്. അതിന് ഞാൻ അമ്മയടുത്ത് പറഞ്ഞു, അമ്മ എനിക്ക് എന്തായാലും പോകണം. എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട് ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഈ കഴിഞ്ഞ വർഷത്തെ ഫൈനൽ എക്സാമിന് എനിക്ക് എല്ലാത്തിനും ഫുൾ ഇട്ടായിരുന്നു. മലയാളത്തിനൊക്കെ 2 കുറഞ്ഞു, അത് കുഴപ്പമില്ല. എക്സാം ഇല്ല, അപ്പം നമ്മൾ എന്ത് ചെയ്യും അടുത്ത ക്ലാസ്സിലോട്ട് പോകാൻ? എക്സാം ഇല്ലാണ്ട് അടുത്ത ക്ലാസ്സിലോട്ട് എങ്ങനെ പോകണം? ക്ലാസ് ടെസ്റ്റ് കുറേ കാണുമല്ലോ, ആ ക്ലാസ് ടെസ്റ്റൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് ചിലരുണ്ട് എക്സാം ഭയങ്കരമായിട്ട് പഠിക്കാൻ പറ്റാത്തവർ. ഞാൻ ഈ ക്ലാസ് ടെസ്റ്റ് വീട്ടിൽ നിൽക്കുമ്പോൾ മിക്കതും അറ്റൻഡ് ചെയ്യാറുണ്ട്. എനിക്ക് ക്ലാസ് ടെസ്റ്റ് എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഹിന്ദിക്ക് എല്ലാത്തിനും ഇതുവരെ ഇട്ട ഹിന്ദി ക്ലാസ് ടെസ്റ്റിനെല്ലാം എനിക്ക് ഫുള്ളായിരുന്നു കിട്ടിയത്. ക്ലാസ്സിൽ പോകാറുണ്ടോ? ക്ലാസ്സിൽ പോകുന്ന കുറവാണ്. ഞാൻ ഓണത്തിന് പോയിട്ട് പിന്നെ ഈ പ്രാവശ്യമാണ് പോകുന്നത്. അപ്പോൾ ക്ലാസ്സിൽ പോകേണ്ട ആവശ്യമില്ലേ? ക്ലാസ്സിൽ പോകുന്നത് എനിക്കിഷ്ടമാണ്, പക്ഷെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ അടുപ്പം കുറവാണ്. ഈ പ്രാവശ്യം പോയപ്പോഴത്തേനും കുറേ ദിവസം ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ എല്ലാവരും തമ്മിൽ ഈ കളിയായി ചിരിയായി ഞങ്ങൾ ക്യാൻറ്റീനിൽ പോയി ഫുഡൊക്കെ കഴിക്കും. ചിലർ പൈസ കൊണ്ടുവരും, അപ്പം ഞങ്ങൾ വീണ്ടും വീട്ടിൽ നിന്ന് പൈസ കൊണ്ടുവന്നിട്ട് ക്യാൻറ്റീനിൽ പോയി ഫുഡ് കഴിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോൾ എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ പോർഷൻസും നോട്ട്സൊക്കെ കംപ്ലീറ്റ് ആവുമോ? പോർഷൻസ് നോട്ട്സ് കംപ്ലീറ്റ് ആവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ പാരൻസ് സെൻഡ് ചെയ്ത് തരും. എല്ലാ എക്സാംസും എഴുതാറുണ്ടോ? ഈ വർഷത്തെ ഒരു എക്സാം ഞാൻ എഴുതിയില്ലായിരുന്നു. ഷൂട്ട് സീരിയലിൻ്റെ ഉണ്ടായതുകൊണ്ട് ഒന്നും എഴുതാൻ പറ്റിയില്ല. ഈ എക്സാം എഴുതുന്നുണ്ട് 18-ാം തീയതി. എക്സാം എഴുതാതെ പാസ്സാക്കി വിടുമോ? ഇല്ല, ഈ കഴിഞ്ഞ വർഷം ഫൈനൽ എക്സാമിന് ഐഡൻറ്റിറ്റീൻ്റെ ഷൂട്ടായിരുന്നു. അപ്പോഴത്തേക്കിനും പ്രിൻസിപ്പളിനെ വിളിച്ചപ്പോൾ പ്രിൻസിപ്പൾ പറഞ്ഞു, അത് കുഴപ്പമില്ല, നമുക്ക് എക്സാം എഴുതിപ്പിക്കാതെ തന്നെ അടുത്ത ക്ലാസ്സിലോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ അമ്മയ്ക്കും താല്പര്യമില്ലായിരുന്നു എക്സാം എഴുതാതെ അടുത്ത ക്ലാസ്സിലോട്ട് പോകും. അപ്പോൾ ഞാൻ പറഞ്ഞു, വേണ്ടമ്മ, എനിക്ക് എക്സാം എഴുതണം. എന്നിട്ട് ഐഡൻറ്റിറ്റിയുടെ ഷൂട്ടിന് ബ്രേക്ക് വന്നിട്ടാണ് ഞങ്ങൾ എക്സാം എഴുതാൻ കൊല്ലത്ത് പോയത്. തൃശ്ശൂരായിരുന്നു എൻ്റെ ഷൂട്ട്. മുല്ലപ്പെര ഡാം പൊട്ടുമില്ല, അറിയോ? എനിക്ക് അതിനെക്കുറിച്ച് സത്യം പറഞ്ഞാൽ അറിയില്ലേ. വയനാട്ടിൻ്റെ ഈ കേസ് വന്നപ്പോഴത്തേക്കിനും ചിലർ പറഞ്ഞു ആ ഡാം ഒരു 100 വർഷം വരെ അതിനിതുള്ളൂ, 101 വർഷമായിട്ട് അതവിടെ ഇരിക്കുകയാണെന്നാണ് ചിലർ പറഞ്ഞത്. ഞാൻ എപ്പോഴും ഒരു പ്രാർത്ഥിച്ചിട്ടാണ് കിടക്കുള്ളൂ. പക്ഷെ എനിക്ക് ഇത് കണ്ടപ്പോഴത്തേനും എനിക്ക് 2 ദിവസം ഞാൻ ഇത് തന്നെ സ്വപ്നം കണ്ടുകൊണ്ട് കിടക്കുള്ളൂ. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു കാര്യം ചെയ്താൽ, നമ്മൾ പാർക്കിലൊക്കെ പോകുമ്പോൾ ഒരു സാധനം ഉണ്ടല്ലോ, ഇങ്ങനെ മുകളിൽ കുറേ ബൊമ്മ വെച്ചിട്ട് നമ്മളിങ്ങനെ നിരങ്ങിയിരുന്നു, അതിലും പോലും ഞാൻ കയറൂല. രാത്രി സ്വപ്നം കാണുമ്പോൾ മുകളിലത്തെ സാധനങ്ങൾ ഡോറ ബുജ്ജിയുടെ ഒക്കെ ആണെങ്കിൽ പോലും ഞാൻ സ്വപ്നം കാണും അതിനെ പേടിപ്പെടുത്തുന്ന രൂപം. അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. പേടിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ സൗണ്ട് ഉണ്ടാക്കൂല. ഒരു പ്രാവശ്യം കരയും, പിന്നെ കരയൂല. പ്രേതത്തിന് പേടിയുണ്ടോ? പ്രേതത്തിനെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരിടയ്ക്ക് ഗോസ്റ്റിൻ്റെ മാത്രമേ കാണുള്ളൂ. എനിക്ക് പ്രേതത്തിൻ്റെ പേടിയില്ല. എന്താ പേടിയില്ല? എന്നിട്ട് ഈ വീഡിയോസിൽ ചിലർ ഇങ്ങനെ നമ്പർ പറഞ്ഞ് നമ്മൾ രാത്രി കയ്യിൽ ഇവിടെ എഴുതി വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ നമ്പർ എനിക്ക് ഓർമ്മയില്ല, ഞാൻ അങ്ങനെ ചെയ്തു നോക്കി. ഇവിടെ നമ്മൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സ്വപ്നത്തിൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ റിയലി ഒരു പ്രാവശ്യം മരണപ്പെടുമെന്ന്. അതിന് എൻ്റെ കമൻസ് എടുത്ത് നോക്കിയപ്പോഴത്തേനും ചിലർ പറഞ്ഞു ആരും അങ്ങനെ ചെയ്യില്ലേ, അത് സത്യമാണെന്ന്. അങ്ങനെ ഞാൻ എഴുതി നോക്കിയിട്ട് രാത്രി കിടന്നപ്പോൾ ഞാൻ ഐസ്ക്രീം പാർലറിൽ പോയി ഐസ്ക്രീമൊക്കെ കഴിക്കണത്. സത്യമായിട്ട് ഞാൻ അതൊന്നും കണ്ടിട്ടില്ല. എന്നിട്ട് ഞാനത് മായ്ച്ചു കളഞ്ഞ്. കുക്ക് ചെയ്യാൻ അറിയോ? എനിക്ക് ദോശ ഇടാൻ അറിയാം. വേറെ എന്തെങ്കിലും? ചായ ഉണ്ടാക്കിയിട്ടില്ല, ചായ ഉണ്ടാക്കാൻ അറിയാം. വേറെ എന്തെങ്കിലും സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ അറിയോ? സാൻഡ്വിച്ച് അറിയാം. മറ്റേ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ അറിയാം, ബ്രെഡ്. അതൊരു സാൻഡ്വിച്ച് അല്ല,
ബ്രെഡ് ഓംപ്ലേറ്റ് ഇല്ലേ, ബ്രെഡ് എടുത്ത് ഓംപ്ലേറ്റ് വെച്ച് സോസ് ഒഴിക്കി ഉള്ളി വെച്ച് കട്ട് ചെയ്യുക, അടയ്ക്കുക. നല്ല ടേസ്റ്റ് അല്ലേ ഇത്? ഞാൻ കുറേ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. ഒരു ദിവസം ഞാൻ വലിയ കാര്യത്തിൽ, അന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, ആപ്പിൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുക, പ്രസാദം കിട്ടിയതാണ്, ആപ്പിൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോക്കിയപ്പോൾ ഇത്തിരി വെട്ട് കഴിക്കകത്ത് വീണ്. ഞാൻ എപ്പോൾ കത്തിയെടുത്താലും എന്തെങ്കിലും ഒരു പരിഗണിക്ക് പറ്റും. ഞാൻ കുറച്ചും കൂടെ കൊച്ചായിരുന്നപ്പോൾ ഞാൻ മാംഗോ കട്ട് ചെയ്തത്, അത് പുതിയ കത്തിയാണ്, നല്ല മുറിച്ചുണ്ട്. ഞാൻ മാംഗോ കട്ട് ചെയ്ത് ഇങ്ങനെ ഞാൻ കട്ട് ചെയ്യുന്നത്, മാംഗോ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തപ്പോൾ ഈ വിരലിൽ ഇങ്ങനെ ഒരു പ്രഭു. അമ്മ അടുക്കള കയറ്റൂലേ? അമ്മ കയറ്റാറുണ്ട്, അമ്മ കയറ്റും, എന്നിട്ട് വെറുതെ അവിടെ ഇരിക്കാൻ പറയും. ഞാൻ ഈ സ്നാക്സ് എടുക്കാനാണ് വരുന്നതെന്ന് പറഞ്ഞിട്ട് പുറകിൽ കൂടെ ഇതൊക്കെ എടുത്ത്, എനിക്ക് നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കൂലേ, എൻ്റെ അമ്മേൻ്റെ കുഞ്ഞമ്മയാണ് ഏറ്റവും കൂടുതൽ വീട്ടിൽ കുക്ക് ചെയ്യണത്. അപ്പം ഇത് മാവ് കുഴയ്ക്കുമ്പോൾ ഞാനിങ്ങനെ പതുക്കെ ഒന്ന് സോപ്പിട്ട് അതിൽ നിന്ന് ഇച്ചിരി എടുത്തിട്ട് ഞാൻ അതിൽ കളറ് ചേർത്ത് ക്ലേ ആണെന്നും പറഞ്ഞ് കളിക്കും. ഫുഡ് കട്ടെടുക്കുമോ? ഫുഡ് കട്ടെടുക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ കണവ ഫ്രൈ ഒക്കെ കട്ടെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണത്. കണവ ഫ്രൈ എനിക്ക് അമ്മ ഉണ്ടാക്കും. കണവ ഫ്രൈ ഒരു ദിവസം സ്റ്റേജ് ഷോയ്ക്ക് പോയപ്പോൾ അമ്മ ഒരു കണവ ഫ്രൈ ഉണ്ടാക്കി, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മ ഈ കുളിക്കാൻ പോകുമ്പോൾ ഞാനത് പതുക്കെ തുറന്നിട്ട് ഒരു പീസ് എടുക്കും, എന്നിട്ട് അത് വീണ്ടും ആ ഓർഡറിൽ തന്നെ വെച്ചു. അങ്ങനെ കണവ, അങ്ങനെ മീൻ മാത്രമേ ഞാൻ കട്ടെടുത്തുള്ളൂ, ചിക്കൻ ഞാൻ കട്ടെടുത്തിട്ടില്ല. ഫേവറേറ്റ് ഫുഡ് ഏതാ? ഫേവറേറ്റ് ഫുഡോ, വീട്ടിലുണ്ടാക്കുന്ന എനിക്കിഷ്ടം ഈ പൊതിച്ചോറ്, പിന്നെ ഈ പരിപ്പ് കറിയും ചോറും പപ്പടവും, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. പുറത്തുനിന്ന് ഫ്രൈഡ് റൈസ് ഇഷ്ടം. എനിക്ക് ഫ്രൈഡ് റൈസ് ഇഷ്ടമാണ്. ഫ്രൈഡ് റൈസും ലൈം ജ്യൂസും എനിക്ക് ഭയങ്കര ഇഷ്ടം. അടിപൊളി ടേസ്റ്റ്, നല്ല സാധനം. ചിലയിടത്തൊക്കെ ഈ നീളമുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്തിടും, അതൊന്നും എനിക്കിഷ്ടമല്ല. അതെനിക്ക് ഇഷ്ടമല്ല. മന്തി ഇഷ്ടമാണോ? അൽഫാം മന്തി ഇഷ്ടം. മിമ്മൂസിന് എപ്പോഴെങ്കിലും ഒരു RJ ആവാൻ ആഗ്രഹം വന്നിട്ടുണ്ടോ? RJ ആവാൻ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലരെ ഇങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇൻ്റർവ്യൂ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിഷ്ടമാണ്, ഇൻ്റർവ്യൂ ചെയ്യാൻ ഇഷ്ടം. നമ്മുടെ ഇൻ്റർവ്യൂ എങ്ങനെയുണ്ടായി? നല്ലതായിരുന്നു, എനിക്കിഷ്ടം. താങ്ക് യു.